അയ്യപ്പനെ പരീക്ഷിക്കാൻ 18 പോയി പെണ്ണുങ്ങൾ കയറി അനുഭവിച്ചോ. നമ്മൾ കാണാത്ത നിങ്ങളുടെയൊന്നും ജീവിതത്തിൽ ഞാൻ 60-61 വയസ്സുണ്ട്, ഞാൻ കാണാത്ത പ്രളയം ഉണ്ടായോ, എന്നെല്ലാം ദുരിതങ്ങളുണ്ടായി. പോയവരെല്ലാം എന്ത് നമ്മുടെ ഭരണകർത്താക്കളാണേലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പരീക്ഷിക്കാൻ പോയത്. അയ്യപ്പൻ എത്തി ബ്രഹ്മചാരി അന്നും ഇന്നും ഇത് വിശ്വസിക്കുന്നതാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും ഞാൻ ആരോടും ഇത് പറയാറില്ല. നമ്മളില്ലെന്ന് പറയും. ഞാൻ ആർക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം പറയുന്നത്. ജാഗജലം കൊടുത്തില്ല പിന്നെ ജീവിച്ചിട്ട് എന്നാ കാര്യം? കെട്ടെടുത്തുകൊണ്ട് പോകുന്ന മാന്യമായ രീതിയിൽ കൊണ്ടുപോകും. അതൊക്കെ ഊതിപ്പുറയിൽ കെട്ടിയിട്ടുകൊണ്ട് പോകാതിരിക്കും. ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യം ആനയുണ്ടോ കടുവ ഉണ്ടോ, ഇതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. എരുമേലിയിൽ നിന്നും അഴുത കരിമല വഴി പമ്പയിലെത്തുന്ന പരമ്പരാഗത കാനനപാതയിലെ ഒരു വലിയ ഇടത്താവളമാണ് പുതുശ്ശേരിമല. ഈ പാതയിലെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാമുള്ള ഒരിടത്താവളം. വൃത്തിയുള്ള ശുചിമുറികളും ഭക്ഷണ സൗകര്യങ്ങളും അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പുതുശ്ശേരിയാറ്റിലെ കുളി. ഇവിടെ താഴെക്കൂടി പുതുശ്ശേരിയാർ ഒഴുകുന്നുണ്ട്. ഒരു പകൽ മുഴുവൻ നീണ്ട കഠിന യാത്രക്കൊടുവിൽ ക്ഷീണിതരായി വരുന്ന സമയം ഈ ആറ്റിലെ ഔഷധ ഗുണങ്ങളെല്ലാമുള്ള തണുത്ത തെളിനീരിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ സകല ക്ഷീണവും മാറി ഉന്മേഷമാകും. ഇവിടെ വൈകുന്നേരം 5:30 ഗേറ്റ് അടയ്ക്കും. പിറ്റേന്ന് രാവിലെ 7:30 പിന്നീട് ഗേറ്റ് തുറക്കൂ. ഇവിടുത്തെ രാത്രികാല കാഴ്ചകളും ഒരു രസമാണ്. ഒരു ഉത്സവ പ്രതീതി. നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് ഉറക്കെ പാട്ടും വെച്ച് ഓരോ വിരിപ്പന്തലുകളിലും പൊറോട്ടയുടെയും കടലവറുക്കലും ചായയടിക്കലും അങ്ങനെ എല്ലാം പുരോഗമിക്കുന്നു. മൊബൈലിനും റേഞ്ചില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ചിലർ ഭജനയും പാട്ടുമൊക്കെ നടത്തുന്നു, ചിലർ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്ധ്യ കഴിയുമ്പോഴേക്കും തണുപ്പ് വീഴുകയും ചെയ്യും. ആ തണുപ്പിൽ രാത്രിയിൽ നല്ല ചൂടോടെ ഉണ്ടാക്കി കിട്ടുന്ന ദോശയും ചമ്മന്തിയും ചായയും ഒക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. രാത്രി 10 മണിയോടെ ജനറേറ്റർ ഓഫ് ചെയ്യും. രാത്രിയിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടെ ചീവീടുകളുടെ ശബ്ദവും ആനകളുടെ അലർച്ചയും മറ്റു വന്യമൃഗങ്ങളുടെ ശബ്ദവും മറ്റൊരു അനുഭവം തന്നെയായിരുന്നു ആ രാത്രിയും. പിറ്റേന്ന് രാവിലെ 6 മണിയോടെ പുതുശ്ശേരിയാറ്റിൽ പോയി സുഖമായ ഒരു കുളിയും കഴിഞ്ഞ് ഒരു ചൂട് ചായയും കുടിച്ച് യാത്ര തുടങ്ങി. ഇവിടെ വെച്ചാണ് സെബാസ്റ്റ്യൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ആള് 10-30 വർഷമായി ഇവിടെ സ്ഥിരമായി വിരിപ്പന്തൽ നടത്തുന്ന ആളാണ്. ചേട്ടൻ്റെ സംസാരം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ആളൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ശബരിമലയുടെയും അയ്യപ്പസ്വാമിയുടെയും സകല കഥകളും പുള്ളിക്കറിയാം. ചില കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ചോദിച്ചപ്പോൾ ഒരു ഹിന്ദു എന്ന നിലയിൽ തല താഴ്ത്തി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് കേൾക്കാം. കെട്ടെടുത്തുകൊണ്ട് പോകുന്ന മാന്യമായ രീതിയിൽ കൊണ്ടുപോകും. അതൊക്കെ ഊതിപ്പുറയിൽ കെട്ടിയിട്ടുകൊണ്ട് പോകാതിരിക്കും. ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യം ആനയുണ്ടോ കടുവ ഉണ്ടോ, ഇതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് റോഡ് കാലയിലിരുന്നുകൊണ്ടാണ് ശരണം വിളിക്കുന്നത്. സ്വാമിയെ അയ്യപ്പോ കാലിക്കുമെത്തേന്ന് പറയുന്നത്. നടന്ന് മുള്ളു ചവിട്ടി പോകണമെന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. കഷ്ടത അനുഭവിച്ച് വന്നാൽ നീ ചെയ്ത ദുരിതങ്ങൾക്ക് പരിഹാരം കിട്ടുമല്ലോ. നമ്മളെന്തിനാ പോകുന്നത്? ആരും അങ്ങോട്ട് ചെല്ലണമെന്നൊന്നും ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല. അയ്യപ്പൻ എന്ന് ഞങ്ങളുടെ നാട്ടിലാണ് മഹർഷിയെ കൊന്നത്. മഹർഷിയെ കൊന്നിട്ട് മഹർഷിയോട് പറഞ്ഞത് തന്നെ, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. മഹർഷിയോട് പറഞ്ഞത്, ഇന്ന് കന്യായ്യപ്പൻ ഇല്ലാത്ത കാലം നീ വേലി കഴിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നാമത്തിൽ പറയുന്ന വേലി കഴിക്കാമെന്നാണ് പറയുന്നത്. വേലി കഴിച്ച് 7-ാം തീയതി കുട്ടൻ കുരവയായിട്ട് ശരംകുത്തി വരും. ശരംകുത്തി വന്നു കഴിഞ്ഞാൽ ഈ ശരവും ഈ കറുപ്പ് പൂജയും കഴിയുമ്പോൾ പിന്നെ കരഞ്ഞു പോവുക അങ്ങോട്ട് തിരിച്ചു പോകുന്നത്. ഏതെങ്കിലും കൊള്ളം കന്യായ്യപ്പന്മാരില്ലാത്ത കൊല്ലം ഉണ്ടോ? വർദ്ധിക്കുമല്ലേ. ഇത് ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. നിങ്ങളെക്കായും ഉള്ള ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. കലികാലപുത്രൻ അയ്യപ്പനെ പരീക്ഷിക്കാൻ 18 പോയി പെണ്ണുങ്ങൾ കയറി അനുഭവിച്ചോ. നമ്മൾ കാണാത്ത നിങ്ങളുടെയൊന്നും ജീവിതത്തിൽ ഞാൻ 60-61 വയസ്സുണ്ട്, ഞാൻ കാണാത്ത പ്രളയം ഉണ്ടായോ, എന്നെല്ലാം ദുരിതങ്ങളുണ്ടായി. പോയവരെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഭരണകർത്താക്കളാണേലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പരീക്ഷിക്കാൻ പോയത്. അതിൻ്റെ ഗതി നമ്മൾ കേട്ടത് നിങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ കേട്ടേക്കുന്നത് വസൂരിയാണ് കേട്ടേക്കുന്നത്. നമ്മളെന്ത് മാരകമായ രോഗത്തിൽ നമ്മൾ കിടന്നു. എത്ര ജനങ്ങൾ പോയി, ഡോക്ടർമാർ പോയില്ലേ, എഞ്ചിനീയർമാർ പോയില്ലേ, ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ പോയില്ലേ. അതല്ല നമ്മൾ ഭഗവാനെ കരുതി പോകും. ഒരു ആഡംബരവും കാണിക്കാൻ അയ്യപ്പനെ പോയി കാണുന്നതാണ് മനസ്സിന് ഏറ്റവും സന്തോഷം. നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനം ഉണ്ടാവും, നിങ്ങളുടെ അടുത്തുള്ളവർക്കും പ്രയോജനം ഉണ്ടാവും.
സ്ത്രീകളെ പ്രവേശിപ്പിക്കാവുന്ന ആ ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നേക്കായി അറിവുള്ളവരല്ലേ, ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നവരല്ലേ. ആരെയും ഞാൻ ചെറുതായിട്ട് കാണില്ല. എന്നേക്കായും ബിരുദങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് കാണും, നിങ്ങളെക്കായും ബിരുദം ഈ സ്വാമിക്കുകയാണ്. ഞാനതാ പഠിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ എത്ര കാലമായി ഇവിടെ ഇപ്പോൾ? 80 തൊട്ട് കച്ചവടക്കാരൻ. ഓ അത് ശരി. ആ ഹാ ഹാ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എരുമേലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളൊന്ന് ക്രമമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാവുന്ന ഉചിതമായ മറുപടി പറയാം. ഒന്ന് പറയാമോ? എരുമേലി പേരുത്തോട്, നിങ്ങളെ മലരിട്ട് വരുന്നത് പേരുത്തോട്, അവിടുന്ന് ഇരുമൂന്നിക്കര, അവിടുന്ന് കാളകെട്ടി, അത് ഇപ്പം കാളകെട്ടിയായ, അവിടുന്ന് കാളകെട്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ നടന്ന് കഴിയുമ്പോഴത്തേന് അഴുതക്കടവ് വന്നാൽ നിങ്ങൾ കുളിച്ചിട്ട് അവിടുന്ന് കല്ലെടുത്തുകൊണ്ട് നേരെ കല്ലിടാംകുന്ന് കയറുന്നു. കല്ലിടാംകുന്ന് കഴിയുമ്പോൾ ഇഞ്ചിപ്പാറക്കോട്ട താഴോട്ട് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് മുക്കുഴിയിൽ നിങ്ങൾ 8 കിലോമീറ്റർ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നു, പുതുശ്ശേരി വരുന്നു. നീ അതിൻ്റെ ഇടയ്ക്കുള്ള താവളങ്ങൾ മുക്കുഴി മെയിൻ താവളം കണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും വള്ളിത്തോട്, ആ വെള്ളം കിടക്കുന്നിടം വള്ളിത്തോട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന കട്ടകുത്തി, കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേനും ഒരു ലെവൽ വരും. അവിടുന്ന് പിന്നെ വരുന്ന വെള്ളാറഞ്ചറ്റം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കല്ല് കൂട്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുറച്ച് കടകൾ നിൽക്കുന്നില്ല, അത് വെള്ളാറഞ്ചേറ്റയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പുതുശ്ശേരി എൻട്രാണ്. അവിടെ കണ്ടോ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കുമ്പോൾ നിങ്ങൾ കല്ലാന്തോട്ടിൽ നിന്ന് നിങ്ങൾ കയറുന്ന കരിമല 1, 2, 3, 4 എന്ന് പറഞ്ഞ് കയറുന്നു. പുതുശ്ശേരിയിൽ നിന്ന് 4 കിലോമീറ്റർ കരിമല തോപ്പ് കയറി കഴിഞ്ഞ് പിന്നെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഒളിയമ്പുഴയിൽ നിങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന വെല്ലിയാനവട്ടത്തിൽ നിന്ന് പിന്നെ നിങ്ങൾ 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ചെറിയാനവട്ടത്തിൽ നിങ്ങൾ പമ്പയിലേക്ക് ഗണപതി കോവിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ശബരിമല 4 കിലോമീറ്റർ. അപ്പോൾ ഈ തിരുവാഭരണപാത ഏത് റൂട്ടിലാണ്? അത് ഇതിലേ അല്ല, അത് വടിശ്ശേരിക്കട കൂടി ലാഹ കൂടിയാണ് വരുന്നത്. പന്തളത്തു നിന്ന് വരുന്ന ലാഹ കൂടിയാണ് വരുന്നത്, ഇതിലേ അല്ല. അത് വന്ന് അട്ടത്തോട്ടി കയറും. അട്ടത്തോട്ടിൽ നിന്നാണ് സന്നിധാനത്തേക്ക് അവിടുന്നാണ് പോകുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ അയ്യപ്പൻ നടന്നു വന്ന വഴിയെന്ന് പറയുന്നത് എരുമേലിയിൽ നിന്ന് ഇതാണ്. ഈ റൂട്ടാണ് അയ്യപ്പൻ 4500 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർത്തോണം. എന്നോട് വന്നിട്ട് സ്വാമിമാർ ചോദിക്കും, അയ്യപ്പനെല്ലാം നടന്നു പോയി. ഞാൻ നേരം മറുപടി പറയുന്നത്, ഞാൻ ജനിച്ചിട്ടില്ല. ഉണ്ടോ? നമ്മളിത് പറഞ്ഞുള്ള പുരാണ കഥകളാണ് പറയുന്നത്. അന്ന് ഇവിടെ മലമൂപ്പനാണ് അയ്യപ്പനെ വഴി കാണിച്ചു കൊണ്ടുവന്നു. ഇവിടെ വന്ന് പുളിശ്ശേരി കൂട്ടി കഴിക്കുന്ന പുതുശ്ശേരിയിൽ നിന്നായി. ഇവിടുന്ന് കരിമല ചെന്നപ്പോൾ പരിവാലങ്ങൾക്ക് വെള്ളമില്ല. കരിയില ചവിട്ടിയാണ് കല്ലാന്തോട് കയറുന്നത്. അപ്പോൾ അവിടെ കല്ലാന്തോടെന്ന് പേര് കിട്ടി. അവിടുന്ന് കരിമല ചെന്നപ്പം വെള്ളമില്ല കുടിക്കാൻ. അപ്പം അയ്യപ്പൻ്റെ ആവനാഴി നമ്പെടുത്ത് ചെയ്തപ്പോൾ അവിടെ വെള്ളം കിട്ടി. അതാണ് അവിടെ കരിമലയിലെ ഐതിഹ്യം. അപ്പോൾ ഇത്രയും കേട്ടാൽ പോരെ? മതി. പിന്നെ ഒരു കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഈ ആൾക്കാർക്ക് വിരിവെച്ച് തങ്ങാനുള്ള സംവിധാനം ഏതൊക്കെ സ്ഥലത്താണ് ഉള്ളത്, സൗകര്യങ്ങളൊക്കെ ഉള്ളത്? നമുക്ക് EDCയുടെ ഞങ്ങളുടെ ഷാളാണിത്. അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കഴിയുമ്പോൾ അഴുതക്കടവില്ലേ, അത് കഴിയുമ്പോൾ ഞങ്ങൾ എൻ്ററെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മനസ്സിലായി. ഇവിടെ തൊട്ട് ചെറിയാനവട്ടം വരെ നിങ്ങൾക്ക് ഞങ്ങൾ സേവന കേന്ദ്രമെന്നാണ് പറയുന്നത്. ഓരോ കടയ്ക്ക് ഓരോ നമ്പറുണ്ട്. നിങ്ങൾക്ക് അന്യായമായ ഒരു കാര്യങ്ങളും ചെയ്യും. നിങ്ങൾക്ക് ഏത് ആപത്ത് വന്നാലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഒരു ലേലക്കടയും പരിപാടിയല്ല ഇത്. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ കാര്യം. ഇപ്പോൾ ഈ ഫെൻസിങ് ഇട്ടേക്കുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇതിലെ ആഞ്ഞു പോയി നിങ്ങൾ ഈ കെട്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. അതിനാണ് ഇവിടെ തീരുമാനം വന്നിരിക്കുന്നത്. 7 മണിയായിട്ട് ആളെ കടത്തി വിടുള്ളൂ. ഇവിടുന്ന് വനപാലകരെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ ഒരു സെൻറ്ററിൽ നിന്ന് അടുത്ത സെൻറ്റർ, ഇപ്പം നിങ്ങളെ കരിലാന്തോട് കൊണ്ടുവിടും. കരിലാന്തോട്ടിൽ നിന്ന് അവിടുന്ന് പുറത്തുകാർ കയറ്റി നിങ്ങളെ മുകളിലോട്ട് വിടും. ആന വാച്ചർമാരുണ്ട്. ഒരു രീതിയിലും നിങ്ങൾക്ക് ഞങ്ങൾ സേവനമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിത് കൊണ്ടോ, ഇത് ഞങ്ങളുടെ യൂണിഫോം ഉണ്ട്. ഞങ്ങൾക്ക് ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യം രാത്രി നിങ്ങൾക്ക് ഒരു ആപത്ത് പറ്റി, ജീവൻ ആപത്ത് പറ്റിയാൽ ഞങ്ങൾ കടയിൽ നിന്ന് ഒരാൾ കൊണ്ടുപോകണം. ഓരോ കടയിൽ നിന്നും നിങ്ങളെ ആളെ എവിടെ ചെന്ന് എത്തുന്നു ഞങ്ങൾ മുക്കുഴി കൊണ്ടുവന്ന് എത്തിക്കും. അവിടെ നിന്നാണ് നിങ്ങളെ ഫസ്റ്റ് ഗ്രേഡ് കൊടുത്തിട്ട് അടുത്ത മെഡിക്കൽ കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ഏൽപ്പിക്കും ഞങ്ങൾ. അത്രയെല്ലാം കാര്യങ്ങൾ സേവനമാണ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ ഒരു മടിയും ഏത് കടയിൽ ചെന്നാലും നിങ്ങൾക്ക് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്.
ആവശ്യത്തിന് കുടിക്കാം. ഇതേ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പം സ്വാമി എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വാമിയോട് പറഞ്ഞില്ല, ആവശ്യത്തിന് എടുത്തോളാനാണ് പറഞ്ഞത്, അല്ല അതിന് ഞാൻ മടി പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും നിങ്ങൾക്ക് റിപ്പോർട്ട് മതിയല്ലോ. മതി. വളരെ സന്തോഷം സ്വാമി. ശരി കേട്ടോ. സന്തോഷം. പറഞ്ഞു തന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണം. പുറം ലോകം അറിയണം. ഇവിടെ കൊള്ളയാണെന്നോ കൊള്ളുവെപ്പാണെന്നോ അറിയരുത്. എരുമേലി പറയുന്ന വിലയല്ലേ. നിങ്ങൾ കയറി 2 ബോണ്ട മേടിച്ചു, അതിനെ കൊണ്ടേ കൊണ്ട് നിന്നെങ്കിലും ഇച്ചിരി ചപ്പാത്തി മേടിച്ചു, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഇതല്ല. നിങ്ങൾക്ക് ചോദിക്കുന്ന സാധനം ഞങ്ങൾ ഫസ്റ്റായിട്ട് എനിക്ക് ഏതെല്ലാം രാജ്യത്തു നിന്ന് ആൾക്കാരുണ്ടോ ഇവിടെ അയ്യപ്പനെ കാണാൻ വരുന്നവർക്ക് ഞാൻ മാന്യമായ ഭക്ഷണമൊക്കെ കൊടുക്കുകയുള്ളൂ. അതിന് നിരക്ക് വിലയുള്ളൂ. ആ വിലയിട്ടല്ല ഒരു താവളത്തിൽ ഒരാളും മേടിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വന്ന് എന്നോട് നാരങ്ങാവെള്ളം കുടിച്ചവർ പറഞ്ഞത് അവിടെ മേടിക്കുന്ന വില പോലും ഇവിടെ മേടിക്കുന്നില്ല. എനിക്കങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല. ഞാനെൻ്റെ 3 കളക്ടർമാരെ നമ്മൾ അഴുതക്കട വരെയും കോട്ടയം കളക്ടർ, ഇവിടുന്ന് കരിമല വരെ നമുക്ക് ഇടുക്കി കളക്ടർ, ഇടുക്കിന്ന് അയ്യപ്പൻ ഇരിക്കുന്ന വസിക്കുന്നിടമെന്ന് പറഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ 3 ജില്ലാ കളക്ടർമാരെല്ലാം നടന്നു വന്ന് ദുരിതം എടുത്ത് ഇവിടെ 35 കിലോ സാധനം മുക്കുഴിയിൽ 8 കിലോമീറ്റർ ചുവന്ന് വരുന്നതിന് 880 രൂപ ആഹാരവും കൊടുക്കും. ഒരു യാത്രൂറ്റി മുക്കുഴിയിൽ നിന്ന് വന്ന് നിറയ്ക്കുന്നതിന് 1820 രൂപ, ഇപ്പം 1860 രൂപ അടുത്തോളം ആയി ഫില്ല് ചെയ്യുന്നെടുക്കുന്നു. അവിടെ നമ്മൾ വണ്ടിക്കൂലി കൊടുത്ത് മണ്ടേ കയറ്റിക്കൊണ്ട് വന്നിട്ട് 1000 രൂപ ചുമട്ടുകൂലി കൊടുക്കണം. തിരിച്ച് റിട്ടേൺ 450 രൂപ കൊടുക്കണം. അപ്പോൾ എത്ര രൂപയായി? 3000 രൂപയോ? ഇവിടെ നിന്ന് സ്വാമിയാർ വയ്ക്കും, ഞങ്ങൾ അത് ചെയ്യട്ടെ, ഇത് ഒരു കുറ്റിയുടെ മേളിൽ അല്ലേ? ഒരു കുറ്റി ഇത് എവിടെ ഇരിക്കുന്നു. ആ 18-19 കിലോ ഉള്ള ഗ്യാസ് നിറയ്ക്കുന്ന ആ കുറ്റിയുടെ വിലയാണ്. അതുപോലെ അരി 1 കിലോ ഉപ്പ് നാട്ടിൽ 14 രൂപ വില. 35 കിലോ ഉപ്പ് വരുന്നതിന് 850 രൂപ ചുമട്ടുകൂലി കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം. നിങ്ങളുടെ ഇച്ചിരി ഉപ്പ് ചോദിക്കും, അവനിച്ചിരി ഉപ്പ് ചോദിച്ചു വന്നില്ലല്ലോ, എന്നാണ് നമ്മൾ കൊടുക്കും. ആയിക്കോട്ടെ, ആവശ്യത്തിന് കൊടുക്കും. നമ്മളില്ലെന്ന് പറയും. ഞാൻ ആർക്കും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം പറയുന്നു. ജാഗജലം കൊടുത്തില്ല പിന്നെ ജീവിച്ചിട്ട് എന്നാ കാര്യം? നമ്മൾ എന്തെല്ലാം കൊടുത്തിട്ടും കാര്യമുണ്ട്, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഈ ലോകത്ത് ഭഗവാന്റെ ജീവിതമുണ്ട്. ഞാൻ ക്രിസ്ത്യൻസാണ്, എനിക്ക് എൻ്റെതായ ഒരു മാന്യതയുണ്ട് കാര്യങ്ങൾക്ക്. ഇവിടെ അയ്യപ്പന് ക്രിസ്ത്യൻസോ മുസൽമാനോ ഒന്നുമില്ല. നിത്യബ്രഹ്മചാരിയാണ്. ഞാൻ പടി ചവിട്ടിയവനാണ്. 20 വയസ്സുള്ളപ്പം പടി ചവിട്ടുമ്പോൾ അന്ന് നടപ്പന്തലൊന്നുമില്ല. അന്ന് സ്വർണം കെട്ടിയിട്ടില്ല. 18 പടി ചവിട്ടി കയറിയവനാണ് ഞാൻ. 80-ൽ 41 വർഷമാകും. ഇപ്പോൾ എല്ലാം സ്ഥിരമായിട്ട് എല്ലാ വർഷവും കയറുന്നുണ്ടോ? ഞാനിത് 40 വർഷമായിട്ട് എനിക്കുണ്ട്. ഭഗവാൻ അടുത്ത വേള ഒരു ഗ്യാരണ്ടിയില്ല, വരാൻ സാധിക്കുമല്ലോ എന്ന് എനിക്ക് എന്നോട് ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഓരോരുത്തർ ഇറങ്ങിയപ്പോൾ ഞാനും പറഞ്ഞു ഒരു ഗ്യാരണ്ടി ഇല്ല. വാച്ച് മേടിച്ചാൽ ഗ്യാരണ്ടി പറയും, ഫ്ലൂക്ക് മേടിച്ചാൽ സ്വർണം മേടിച്ചാൽ ഗ്യാരണ്ടി പറയും. നമുക്ക് മാത്രം ഗ്യാരണ്ടി ഭഗവാന്റെ ഇതുണ്ടെങ്കിലേ നടക്കൂ. നിങ്ങൾ വരുമ്പോൾ നടന്ന് വന്ന പോലെ തന്നെ ഇവിടെ കാടാം. ഇതിപ്പം കണ്ടാൽ നല്ല ഇവിടെ വന്നിപ്പം സ്വാമിമാർ ചോദിക്കുന്നത് ബെഡുണ്ടോ കിടക്കാൻ, പുതപ്പുണ്ടോ കിടക്കാനെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചണ്ണയില വെട്ടിയിട്ട് കിടന്ന കാലമുണ്ട്. ഞാനെല്ലാം വരുന്ന കാലത്ത് ചണ്ണയിൽ വെട്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഇന്നതല്ല, ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്കൊരു കുഴപ്പവും വരുന്നില്ലല്ലോ. ഏറ്റവും ഫ്രഷായ താവളം, കാനനപാതയിലെ ഏറ്റവും ഫ്രഷ് താവളം എന്ന് പറഞ്ഞ് പുതുശ്ശേരി. നിങ്ങൾ വന്ന് കിടന്നിട്ട് നല്ല ബാത്റൂമല്ല, കാട്ടിലുള്ള ഇത്രയും ബാത്റൂം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും നല്ല സൗകര്യമുണ്ട്. അതുപോലെ ഏറ്റവും നല്ല പുഴയാണ് നിങ്ങൾക്ക് കുടിക്കാൻ. ഏറ്റവും നാട്ടിൽ കിട്ടുന്നുണ്ട് ഇത്രയും നല്ല വെള്ളം. മരുന്നുകൾ തട്ടിപ്പൊട്ടി വരുന്ന മലമണ്ടയിൽ നിന്ന് വരുന്ന വെള്ളം, അത് നിങ്ങൾ കുടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്ഷീണം മാറും. ഇതിക്കുള്ളൊന്ന് തീർത്ഥമൊന്നും ഭഗവാൻ തരാനായിട്ടില്ല. നമുക്ക് ഒരിടത്തും ലോകത്തൊരിടത്തും പോയി കിട്ടിയത്. നമ്മുടെ നാട്ടിൽ ജനിച്ചു, നമുക്ക് വേണ്ടി പരിപാലിച്ചിരിക്കുന്നു. 5-8 സംസ്ഥാനത്തിലോട്ടാണ് പുള്ളി തിരിഞ്ഞിരിക്കുന്നത്. അല്ല ഞാൻ ആ എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നില്ല തിരിഞ്ഞിരിക്കുന്ന സ്വഭാവമില്ല. അയ്യപ്പൻ നിത്യബ്രഹ്മചാരി അന്നും ഇന്നും അത് വിശ്വസിക്കുന്നതാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻസാണെങ്കിൽ പോലും ഞാൻ ആരോടും ഇത് പറയാറില്ല. എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, എൻ്റെ സേവനം ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർക്കല്ലാതെ റിപ്പോർട്ട് എല്ലാ മനുഷ്യരും വരുന്നവർ എനിക്കറിയാം. എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും ഇനിയാന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി മജിസ്ട്രേറ്റായിരുന്നു. അത്രയെല്ലാം ആൾക്കാർ വരുമ്പോൾ അവർ സഹകരിക്കുന്ന എറണാകുളംകാരാണ്. അപ്പം നിങ്ങൾക്ക് മതിയല്ലോ. പിന്നെ ശരി, സന്തോഷം. സെബാസ്റ്റ്യൻ ചേട്ടനോട് യാത്ര പറഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി. ഈ കാനനപാതയുടെ ചരിത്രവും മുഴുവൻ കാഴ്ചകളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായൊരു വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.